ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിറ്റർമിനൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നൊരു ഹെഡാണ്. ഈ ഹെഡില് സാധാരണഗതിയിൽ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എസ് എ ആണെങ്കിലും ഷോർട്ട് എസ് എ ആണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എക്സാമുകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഒരു 15 പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് പറയുന്നത്. സാധാരണ നമ്മൾ മനസ്സിലൊന്ന് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിലുള്ള പോയിന്റ്സ് എല്ലാം പറയുന്നത്. നമ്മൾ നേരത്തെ പല തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്. അതുകൊണ്ട് വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ ഉണ്ടായാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ഒരു ഫേമിന്റെ ഫിനാൻസിങ് അഥവാ അവർ യൂസ് ചെയ്യുന്ന ഫണ്ട് എത്ര പ്രൊപ്പോർഷൻ ഡെപ്റ്റ് വേണം, എത്ര പ്രൊപ്പോർഷൻ ഇക്വിറ്റി വേണം എന്ന ഡിസിഷൻ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ. അപ്പൊ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഏത് തരത്തിലുള്ള പ്രൊപ്പോർഷനില് ഡെപ്റ്റും ഇക്വിറ്റി ആയാലാണ് ആ ഫേം ഏറ്റവും സക്സസ്ഫുൾ ആവുക എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഡിറ്റർമിനൻസ് വരുന്നത്. ഇതിലുള്ള 15 പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് 1 by 1 നോക്കാം. ഒന്നാമത്തെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പറഞ്ഞ ഫിനാൻഷ്യൽ ലിവറേജ് ആണ് ഒന്നാമത്തെ ഡിറ്റർമിനന്റ്. എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ്? നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് യൂസ് ചെയ്തിട്ട് EPS ഒരു ഇമ്പാക്ട് ഉണ്ടാകും എന്നതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ്. അതായത് ഫേമിന്റെ ഏർണിങ്സ് എന്ന് പറയുന്നത് ഡെപ്റ്റിന്റെ കോസ്റ്റിനേക്കാൾ ഹയർ ആണെങ്കിൽ, ഒരു ഫേമിന് ഡെപ്റ്റിന്റെ കോസ്റ്റ്, ഡെപ്റ്റിന് എത്രയാണ് കോസ്റ്റ് വരുന്നത് വെച്ചാൽ അതിനേക്കാൾ കൂടുതൽ ഏർണിങ്സ് കിട്ടുന്ന ഫേം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഫേം അതിന്റെ സ്ട്രക്ചറിൽ, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഡെപ്റ്റ് ക്യാപിറ്റൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുക. അതല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്റ്റും കൂടി ഉണ്ടാവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഫിനാൻഷ്യൽ ലിവറേജിനുള്ള ഒരു അഡ്വേഴ്സ് എഫക്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഏർണിങ്സ് ഈ പറയുന്ന ഡെപ്റ്റ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാനുള്ളത് ഇല്ല എങ്കിൽ അതെന്ത് ചെയ്യും? EPS ഒരുപാട് ഡിക്രീസ് ആവാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് ഹയർ ആണെന്നൊക്കെ പറയുന്നത്. എന്തായാലും ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യം. രണ്ടാമതായിട്ട് ഒരു ഫേമിന്റെ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അതിനനുസരിച്ചിട്ട് ആണ് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ രണ്ടാമതായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുക. അതായത് ഒരു ഫേമിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന, നമ്മൾ സാധാരണ ഒരു ഫേമിൽ എത്ര ഫണ്ടാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്ര എഫക്റ്റീവ് ആയിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? റിട്ടേൺ കിട്ടുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റുകൾ നമുക്ക് കൃത്യമായിട്ട് റിട്ടേൺ തരണം. അങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള റിട്ടേൺ, അതിനെ നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ROI, അതല്ലെങ്കിൽ ടോട്ടൽ ഏർണിംഗ്സ് കപ്പാസിറ്റി എന്നൊക്കെ പറയാം. ഈ ഏർണിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുക. നല്ല ROI ഉള്ള ഫേം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ ഡെപ്റ്റിന്റെ പ്രൊപ്പോർഷൻ കൂടുതലായിരിക്കും. ROI കുറഞ്ഞ ഫേം ആണെങ്കിൽ ഡെപ്റ്റിന്റെ പ്രൊപ്പോർഷൻ കുറയ്ക്കുകയും ചെയ്യും. അപ്പൊ അതൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിനന്റ് ആണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് നമുക്ക് അറിയാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, അതേപോലെ റിട്ടേൺ ഏർണിങ്സ്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഇതെല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. ഒരു ഫേമിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആകുമ്പോൾ, വളരെ മിനിമം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ ആ ഫേമിന്റെ ഡെപ്റ്റ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ യൂസ് ചെയ്യും. കാരണം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഫേമിന് വാല്യൂ കൂടുതലായിരിക്കും, ഏർണിങ്സും കൂടുതലായിരിക്കും. അങ്ങനെ ഏർണിങ്സ് കൂടുതലാവുന്ന ഒരു കണ്ടീഷനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആവുക എന്ന് പറഞ്ഞാൽ. അപ്പൊ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അതിലുള്ള ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന മിനിമം
റേറ്റ് ഓഫ് റിട്ടേൺ, അതിനെ നമ്മൾ എന്ത് പറയാ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റല് മിനിമം ആണെങ്കിൽ അതിൽ ഡെപ്റ്റിന്റെ പ്രൊപ്പോർഷൻ കൂടുതലായിരിക്കും എന്നാണ് നമ്മൾ പറയുക. അപ്പോ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്നതില് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഒക്കെ അടക്കമുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരു ഡിറ്റർമിനന്റ് ആയിട്ടാണ് നമ്മൾ പറയുക. നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. ഒരു ഫേമിന് ഒരു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഉണ്ടായിരിക്കും. എന്താണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ദ ടൈംസ് ഓഫ് EBIT വിച്ച് കവർ ദ ഇൻട്രസ്റ്റ് ലാബിലിറ്റി ഓഫ് ദി ഫേം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിനോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഈ പറയുന്ന ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ICR എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ഫേമിന്റെ EBITയും അതേപോലെ ടോട്ടൽ ഇൻട്രസ്റ്റ് ചാർജസും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് കൊടുക്കേണ്ട ലാബിലിറ്റിയുടെ എത്ര ടൈംസ്, എത്ര മടങ്ങ് നമുക്ക് EBIT കിട്ടുന്നുണ്ട്, അത് ഹയർ ആണെങ്കിൽ, ഹൈ റേറ്റ് ഓഫ് ICR ആണ്, ഇൻട്രസ്റ്റ് കവറേജ് റേറ്റ് ആണ് ഉള്ളത് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഫേമിന് ഡെപ്റ്റ് ക്യാപിറ്റൽ കൂടുതൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ അവർ ഇക്വിറ്റി ക്യാപിറ്റൽ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യാം. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഡിറ്റർമിനന്റ്. അഞ്ചാമത്തെ ഒരു ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണ്. എന്താണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്? നമ്മൾ പറഞ്ഞു, ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷെയറോ ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇഷ്യൂ കോസ്റ്റ് ഹയർ ആണെങ്കിൽ, നമുക്ക് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യണമെങ്കിൽ, ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ഹയർ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഹയർ ആണെങ്കിൽ നമ്മൾ ഡെപ്റ്റ് ക്യാപിറ്റൽ ആയിരിക്കും. കാരണം ലോണൊക്കെ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. കാരണം അതിന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്താണ്, കുറവാണ്. ഷെയർ ഇഷ്യൂ ചെയ്യാന്ന് പറയുന്നതിന്റെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. അങ്ങനെ കേസിൽ നമ്മൾ കൂടുതൽ ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യാനാണ് തീരുമാനിക്കുക. അപ്പൊ അതൊരു ഡിറ്റർമിനന്റ് ആണ്. മറ്റൊന്ന് ടാക്സ് റേറ്റ് ആണ്. ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ടാക്സ് ലിവറേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു ഫേമില് ഡെപ്റ്റ് ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷൻ കൂട്ടുമ്പോ സ്വാഭാവികമായിട്ടും ഈ ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ടാക്സ് ലിവറേജ് ഇല്ല, അഥവാ ഡിഡക്ഷൻ അലോ ചെയ്യുന്ന ഒരു എക്സ്പെൻസ് ആണ് ഈ പറയുന്ന ഡെപ്റ്റ് ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടാക്സ് റേറ്റ് ഹയർ ആണെങ്കിൽ, നമ്മൾ സാധാരണ ടാക്സിന്റെ പെർസെന്റേജ് നോക്കിയിട്ട് അത് ഹയർ ആണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരം ഫേമുകളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റിന്റെ പ്രൊപ്പോർഷൻ കൂട്ടും. കാരണം ഡെപ്റ്റിന്റെ പ്രൊപ്പോർഷൻ ഉണ്ടാകുമ്പോൾ അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് EPSന് നന്നായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മള് ടാക്സിന്റെ പെർസെന്റേജ് ഒരു ഡിറ്റർമിനന്റ് ആണ്, ടാക്സ് റേറ്റ് ഒരു ഡിറ്റർമിനന്റ് ആണ് എന്നാണ് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് റിസ്ക് കണ്ടീഷൻ ആണ്. റിസ്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ഫേമിന് രണ്ട് തരത്തിലുള്ള റിസ്കുകളുണ്ട്. ഓപ്പറേറ്റിംഗ് റിസ്ക് ഉണ്ട്, ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട്. എന്താണ് ഓപ്പറേറ്റിംഗ് റിസ്ക് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു ഫേമിന്റെ മാനേജ്മെന്റ് എബിലിറ്റി, ഇന്റേണൽ ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് റിസ്ക് ഉണ്ട്, ഇന്റേണലും എക്സ്റ്റേണലും ഒക്കെ ആയിട്ടുള്ള. നമ്മൾ സാധാരണ പറയുന്ന ഓപ്പറേറ്റിംഗ് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേമിന്റെ മാനേജ്മെന്റ് എഫിഷ്യൻസി കുറവാണെങ്കിൽ അവിടെ ഓപ്പറേറ്റിംഗ് റിസ്ക് ഹയർ ആയിരിക്കും. അതേപോലെ ഫിനാൻഷ്യൽ റിസ്കിന്റെ കണ്ടീഷൻ അതും നമ്മൾ പരിഗണിക്കണം. ഫിനാൻഷ്യൽ റിസ്കിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റിന്റെ, ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് പേയ്മെന്റിനുള്ള റിസ്ക് ആണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ നോക്കിയിട്ട് അത് രണ്ടും, ഈ ഓപ്പറേറ്റിംഗ് റിസ്കും ഫിനാൻഷ്യൽ റിസ്കും, ഇത് രണ്ടും പരിഗണിച്ചിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുക. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ് എങ്കിൽ അവിടെ ഓപ്പറേറ്റിംഗ് റിസ്ക് കുറവായിരിക്കും. അപ്പൊ അവിടെ ഡെപ്റ്റ് ക്യാപിറ്റലിന്റെ യൂസ് കൂട്ടാൻ പറ്റും. അതേപോലെ ഫിനാൻഷ്യൽ റിസ്ക് നമുക്ക് വളരെ കുറവാണ്, നമുക്ക് ഹയർ റിസ്ക് ഇല്ല എങ്കിൽ അവിടെയും നമുക്ക് ഡെപ്റ്റ് ക്യാപിറ്റൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ റിസ്ക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഡിറ്റർമിനന്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് എന്നർത്ഥം. മറ്റൊന്ന് നമുക്ക് പറയാൻ പറ്റുക മാർക്കറ്റ് കണ്ടീഷനാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണ്, അങ്ങനെ നമുക്ക് പൊതുവായിട്ട് പറയാം. സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനന്റ് ആണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റില് ചില സമയത്ത്
ഡിപ്രഷൻ ആയിരിക്കും. ഡിപ്രഷൻ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻ കുറച്ച് മോശമാണ്, അങ്ങനെ റിസ്കിയാണ്, മാർക്കറ്റ് കണ്ടീഷൻ റിസ്കിയാണ്. അവിടെ സെക്യൂരിറ്റി ഫീല് കൂടുതലുള്ള ഡെപ്റ്റ് ക്യാപിറ്റൽ ആയിരിക്കും അത്തരം സാഹചര്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ടൈമില് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന എന്തായിരിക്കും, ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഡെപ്റ്റ് ക്യാപിറ്റൽ ആയിരിക്കും. കാരണം അത് സെക്യൂർ ആണ്. സെക്യൂർ അല്ലാത്ത ഇക്വിറ്റി ക്യാപിറ്റൽ അപ്പൊ അവിടെ ഒരിക്കലും ഡിമാൻഡ് ഉണ്ടാവില്ല. അതേപോലെ ബൂം പീരീഡ് ആണെങ്കിൽ, ബൂം പീരീഡ് വരുമ്പോൾ അവിടെ ഇക്വിറ്റി ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ ഇക്വിറ്റി ആയിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പൊ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിപ്രഷനോ ബൂമാണോ ഏതാണ് എന്ന് നോക്കിയിട്ട് അത് എന്ത് ചെയ്യും, ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിറ്റർമിനന്റ് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. മറ്റൊന്ന് റിക്വയർമെന്റ്സ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സിന്റെ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് പലതരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവര് ഓരോ ഇൻവെസ്റ്റേഴ്സിനും പല തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടാവുക. അവര് കൂടുതൽ റിസ്ക് കോൺഷ്യസ് ആയിട്ടുള്ള പിന്നെന്താ പറയാ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ലെസ് റിസ്ക് കോൺഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ വളരെ ബോൾഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ബോൾഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ പ്രിഫർ ചെയ്യുക ഡെപ്റ്റ്, പിന്നെ എന്താ പറയാ അവർ കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള, റിസ്ക് എടുക്കാൻ ധൈര്യപ്പെടുന്ന പിന്നെ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന എന്തായിരിക്കും, ഇക്വിറ്റി ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം അവർ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണ്. ഹൈ റിസ്ക് കോൺഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അവര് ഡെപ്റ്റ് ക്യാപിറ്റലാണ് പ്രിഫർ ചെയ്യുക. എന്നാൽ കോൺഷ്യസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സെക്യൂരിറ്റി കോൺഷ്യസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവര് ഡെപ്റ്റ് ക്യാപിറ്റലാണ് പ്രിഫർ ചെയ്യുക. ഇതിന് രണ്ടിന്റെ ഇടയിലുള്ള ഒരു കൂട്ടർ എന്ത് ചെയ്യും, പ്രിഫറൻസ് ക്യാപിറ്റലൊക്കെ ആയിരിക്കും അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക. എന്തായാലും ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ്സ് ഒരു പ്രധാനപ്പെട്ട ഡിറ്റർമിനന്റ് ആണ്. മറ്റൊന്ന് ഗവൺമെന്റിന്റെ റിക്വയർമെന്റ്സ് ആണ്. അതായത് ഗവൺമെന്റിന് ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിനും ഒക്കെ ഗവൺമെന്റ് റെഗുലേഷൻ ഉണ്ട്. അതിനനുസരിച്ചിട്ട് ആണ് എന്ത് ചെയ്യുക, ഫേം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുക. റെഗുലേഷൻസ് വളരെ ടൈറ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്കായിരിക്കും ഈ ഫേം പോകുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ സൈസ് ആൻഡ് നാച്ചർ ഓഫ് ദി ബിസിനസ് ആണ്. നമുക്കത് അറിയാം, സാധാരണ ഇതിലൊരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ വരിക ആ ഫേം ഏത് നാച്ചുറലുള്ള ഫേം ആണ്, അത് പ്രൈവറ്റ് ഫേം ആണോ പബ്ലിക് സെക്ടർ ഫേം ആണോ എന്നുള്ളതിനൊക്കെ അനുസരിച്ച് അതിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ വാരി ചെയ്യും. അതേപോലെ ബിഗ് ഫേമിന് കൂടുതലായിട്ടും ഡെപ്റ്റ് ക്യാപിറ്റൽ ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുക. സ്മോൾ ഫേം ഒക്കെ ആണെന്ന് അവർ ഇക്വിറ്റി ഓണറുടെ ക്യാപിറ്റൽ ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ ആയിരിക്കും കൂടുതലായിട്ട് അവര് പ്രിഫർ ചെയ്യുക. അപ്പോ ഓണേഴ്സിന് സ്മോൾ ഫേം ഒക്കെ ആണെന്ന് ഓണേഴ്സ് ക്യാപിറ്റലും അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റലും, ബിഗ് ഫേം ഒക്കെ ആണെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റലായിരിക്കും കൂടുതൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇടമുണ്ടാവുക. അപ്പോ ഇതൊരു ഡിറ്റർമിനന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. മറ്റൊന്ന് സ്റ്റെബിലിറ്റി ഇൻ സെയിൽസ് വോള്യം. അതായത് ഒരു ഫേമിന്റെ സെയിൽസ് വോള്യം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് നല്ല സെയിലുള്ള എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സെയിലുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വർഷങ്ങളിൽ കുറവ്, ചില വർഷങ്ങളിൽ കൂടുതൽ, അങ്ങനെയുള്ള ഒരു ജെർക്ക് ചെയ്യുന്ന തരത്തിലുള്ള സെയിലുള്ള ഫേമാണ് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഡെപ്റ്റ് ക്യാപിറ്റലിനെ വല്ലാണ്ട് പ്രിഫർ ചെയ്യില്ല. കാരണം സ്റ്റേബിൾ ആയിട്ടുള്ള സെയിലല്ല, ഗ്രോത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, സെയിൽസിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെയിൽസ് ഡിക്ലൈൻ ചെയ്യുന്ന സാഹചര്യമാണ് കൂടുതലുള്ളത് വെച്ചാൽ ഡെപ്റ്റ് ക്യാപിറ്റലിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല, പകരം ഇക്വിറ്റി ക്യാപിറ്റൽ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പൊ അതൊരു ഡിറ്റർമിനന്റ് ആണ്. സ്റ്റെബിലിറ്റി ഇൻ സെയിൽസ് വോള്യം എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഗ്രോത്ത് ഇൻ സെയിൽസ് വോള്യം, അതൊക്കെ നമുക്ക് അതിന്റെ ഡിറ്റർമിനന്റ് ആയിട്ട് മാത്രം നമുക്ക് പറയാൻ പറ്റും. മറ്റൊന്ന് ക്യാഷ് ഫ്ലോ കണ്ടീഷൻ ആണ്. ക്യാഷ് ഫ്ലോ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷിന്റെ ഇൻഫ്ലോസ് നന്നായിട്ട് നടക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഡെപ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് ക്യാഷ് ഫ്ലോ ഇൻഫ്ലോ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ നമ്മുടെ സെയിൽസ് ഒക്കെ ക്യാഷ് സെയിൽസ് നന്നായിട്ട് നടക്കുന്നുണ്ട്
വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടീഷനൊക്കെ വളരെ സേഫ് ആണ്, അങ്ങനെയുള്ള കണ്ടീഷനാണ് വെച്ചാൽ നമ്മൾ സാധാരണ ഇതിൽ ഡെപ്റ്റ് ക്യാപിറ്റലിനെ നമ്മൾ പ്രിഫർ ചെയ്യും. അതല്ല, ക്യാഷ് ഫ്ലോ വളരെ വീക്ക് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ആണ്, ലിക്വിഡ് ക്യാഷിന്റെ അവൈലബിലിറ്റി ഫേമിൽ എപ്പോഴും കുറവാണ്, ഷോർട്ടേജ് ഓഫ് ഫണ്ട് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവര് ഇക്വിറ്റി ക്യാപിറ്റലിനായിരിക്കും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക. മറ്റൊരു ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് നീഡ് ഫോർ കൺട്രോൾ ആണ്. നീഡ് ഫോർ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഹോൾഡേഴ്സ് എങ്ങനെയാണോ അവരുടെ കൺട്രോൾ എങ്ങനെ നിൽക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്, അതായത് പുതിയതായിട്ട് ഷെയർ ഹോൾഡേഴ്സ് വന്നാൽ അവരുടെ കൺട്രോളിംഗ് പവർ കുറയും സ്വാഭാവികമായിട്ടും. അപ്പൊ ഇക്വിറ്റി ഹോൾഡേഴ്സ് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യേണ്ട എന്നാണ് അവർ തീരുമാനിക്കുക. അപ്പൊ അവർ കൂടുതൽ ഡെപ്റ്റ് ക്യാപിറ്റലാണ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ കൺട്രോളിനുള്ള ഒരു നീഡ്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, അത് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ പീരിയഡ് ആൻഡ് പർപ്പസ് ഓഫ് ഫിനാൻസ് ആണ്. അതായത് നമ്മൾക്ക് ആവശ്യമുള്ള പണത്തിന്റെ പീരിയഡ് എത്രയാണ്, എത്ര ലോങ് ടേം ആയിട്ടുള്ള ഫണ്ടാണോ നമുക്ക് വേണ്ടത്, അതല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനാണ് നമ്മൾ പുതിയതായിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നത്, ക്യാപിറ്റലായിട്ട് നമ്മൾ പുതിയ ഫണ്ട് റേസ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ നീഡ്, പർപ്പസ്, അതിനനുസരിച്ചും നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ മാറും. ലോങ് ടേം ആയിട്ടുള്ള ഫണ്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റലാണ് പ്രിഫർ ചെയ്യുക. ഒരു ഷോർട്ട് ടേമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ടാണ് ഷോർട്ട് ടേമിലേക്ക് അനുസരിച്ച് നമ്മൾ ഡെപ്റ്റ് ക്യാപിറ്റലാണ് നമ്മൾ പ്രിഫർ ചെയ്യുക, കാരണം അത് റീപേ ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്നതിൽ അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ പറയുക. ഫാക്ടി പോയിന്റ്സ് നിങ്ങൾ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ മനസ്സിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് എക്സാമിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.